ഇത് ഞാനൊന്ന് മുംബൈ പോയി വന്നതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ചാനലിൽ കയറി ഒന്ന് നോക്കണേ. മുംബൈ എന്ന് പറയുന്ന നഗരം നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തും. ആൻഡ് ദർ ആർ റിച്ച് പീപ്പിൾ ബ്രോ, ഹൈലി റിച്ച്. ഇത് ആരുടെ വീടാണെന്ന് അറിയോ? ഇത് അംബാനിയുടെ വീടാണ്. ഇതൊക്കെ പുറത്തുനിന്ന് കാണാനെങ്കിലും പറ്റിയല്ലോ എന്നുള്ള സമാധാനത്തിൽ പിന്നെ ഞാൻ പോയത് നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമയിലാണ്. ഇവിടെ പ്രിൻറ്റ് മീഡിയ മുതൽ പലതരത്തിലുള്ള മീഡിയ എങ്ങനെയാണ് അവരുടെ വളർച്ച, അവരുടെ ഹിസ്റ്ററി എന്താണ്, ഹൗ ഡിഡ് ഇറ്റ് ബിഗാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് അറിയാൻ പറ്റും. കൂടാതെ നമുക്കിവിടെ ചെറിയ ചെറിയ വർക്ക്ഷോപ്സ് വഴി നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് നോക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. സിനിമ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണിത്. സോ മുംബൈയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഇതെന്തായാലും മിസ്സാക്കണ്ട. ഇതിൻ്റെ ഓരോ ഫ്ലോറിലും ഒരു ഫിലിം ഉണ്ടാവാൻ വേണ്ടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അവിടെ ഞാൻ കണ്ടതാണ് ഇത് 3D കംസ് ടു ഇന്ത്യ. നമ്മുടെ കുട്ടിച്ചാത്തനില്ലേ, അതാണ് അത്ര ഇന്ത്യയിലെ ആദ്യത്തെ 3D ഫിലിം. പിന്നെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും എല്ലാം അവിടെ ഉണ്ട്. നമുക്കതൊക്കെ കാണുമ്പോൾ ചെറിയൊരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ. പിന്നെ നമ്മൾ പോയ വഴിയിലാണ് ഈ സൽമാൻ ഖാൻ്റെ, ഷാരൂഖ് ഖാൻ്റെ ഒക്കെ വീട് വരുന്നത്. ആൻഡ് മെനി അതർ ഫേമസ് സെലിബ്രിറ്റീസ്. ഈ ഷാരൂഖ് ഖാൻ്റെ വീട്ടിൻ്റെ ഒക്കെ പുറത്തെ തിരക്ക് എൻ്റെ അമ്മോ, അങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. എല്ലാ ദിവസവും ഇങ്ങനെയാണെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ദിസ് ഇസ് മന്നത്ത്. അതിൻ്റെ അകത്ത് എന്തോ പണി നടക്കുകയായതുകൊണ്ട് വീട് നേരാവണ്ണം കാണാനും പറ്റിയില്ല. പിന്നെ നമ്മൾ പോയത് ജൂഹു ബീച്ചിലോട്ടാണ്. ജൂഹു ബീച്ചിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം. നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് അവരുടെ പാവ് ബജി, പിന്നെ ഇതേപോലത്തെ ഫലൂഡാസ്, പിന്നെന്താ ഇങ്ങനെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണത്തില്ലേ ഒരു ഐസിൽ, ആ ഐസ് എൻ്റെ പൊന്നെ ഞാനും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഹൈജീൻ എന്താണെന്നൊന്നും ചോദിക്കരുത്. ടേസ്റ്റ് വൈസ് ഇറ്റ് വാസ് ഗുഡ്, അത്രേ എനിക്ക് അറിയുള്ളൂ. ഒരു സിനിമയിലൊക്കെ കണ്ട ജസ്റ്റ് ഒന്ന് ഭ്രമം കയറി കഴിച്ചതാണ്. ഒന്നും പറ്റിയിട്ടില്ല, സേഫാണ്. പിന്നെ നമ്മുടെ നൈറ്റ് ലൈഫിന് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വലി ഈ സിറ്റി ഉറങ്ങുന്നതേ ഇല്ല എന്ന് തോന്നിപ്പോവും. ബിക്കോസ് ആൾക്കാരൊക്കെ അത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. രാവിലെ ആയാലും രാത്രിയിലായാലും ഈ സിറ്റി എപ്പോഴും ഓൺ ആയിരിക്കും. ഇവിടുത്തെ മിക്ക ഫുഡ് സ്പോട്ട്സും ഓൺ ആവുന്നത് നൈറ്റ് ടൈമാണ്. എസ്പെഷ്യലി മുഹമ്മദ് അലി റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഓൺ 7:30 ആൻഡ് വിൽ ബി അപ് ടു മിഡ് നൈറ്റ്. അത്രേ ഉള്ളൂ.